നമസ്കാരം NTVയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാരഥിയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് മീ ഷോജ വിത്ത് യു. ഇന്ന് സാരഥിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഒരു വിശിഷ്ടനായ വ്യക്തിത്വമാണ്. 25 വർഷത്തെ സംഗീത പാരമ്പര്യമുള്ള കേരളത്തിലും വിദേശത്തും ക്വൈറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് പ്രണവം മധു. സാർ നമസ്കാരം. സാറിനെ നിങ്ങൾ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിലും രാത്രി 9 മണി മുതൽ 10 വരെ ഉള്ള ഗസൽ നിലാവ് എന്ന ഷോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇന്ന് സാരഥിയിലൂടെ നമുക്ക് ചോദിച്ചറിയാം. സാർ, സംഗീതം പാരമ്പര്യമായിട്ട് സാറിന് കിട്ടിയതാണോ അതോ സാറിൻ്റെ മാത്രം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പഠിച്ച് സ്വായത്തമാക്കിയതാണോ? അല്ല, സംഗീതം കല ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ അംഗമാണ് ഞാൻ. എൻ്റെ അച്ഛൻ ഓട്ടംതുള്ള കലാകാരനായിരുന്നു. അച്ഛൻ്റെ ചേട്ടൻ ചിത്രകാരനായിരുന്നു. എൻ്റെ ചെമ്മൂത്ത ജ്യേഷ്ഠൻ കവിയാണ്. അപ്പം ഇങ്ങനെ കലാപാരമ്പര്യമുണ്ട്, സംഗീത പാരമ്പര്യമല്ല എന്നില്ല. പക്ഷേ വീട്ടിലുള്ള മിക്ക ആൾക്കാരും പാടാനൊരു ടെൻഡൻസി ഉള്ളവരാണ്, ജ്ഞാനം ഉള്ളവരാണ്. പക്ഷെ എനിക്കത് കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ സഹോദരങ്ങളും എൻ്റെ പേരൻസും ഒക്കെ അതിനെ ആ വഴിക്ക് എന്നെ നയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം സാറ് പറയുകയുണ്ടായി ബ്രദർ കവിയാണ്. സാറ് സംഗീതജ്ഞൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സംഗീതത്തിന്റെ എല്ലാ മേഖലയിലും കൈവയ്ക്കുന്ന ഒരാൾ തന്നെയാണ് പ്രണവം മധു. സംഗീത രചന, മ്യൂസിക് ഡയറക്ഷൻ, അതുപോലെ തന്നെ ആലാപനം, അല്ലേ? ആലാപനത്തിലെ ക്ലാസിക്കൽ കൺസെർട്ട്, ഇപ്പോൾ മലയാളം ഗസലുകൾ, അങ്ങനെ രണ്ട് വഴിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ബ്രദറിനെയും കൂടെ ഉൾപ്പെടുത്തി പറയാം. ഗാന രചന, അതെ, ഭാഷ നമുക്ക് വഴങ്ങി വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലേ? സംസാരിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലർക്ക് പ്രസംഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ മലയാള ഭാഷയെ ഒരു കവിതാ രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഗോഡ് ബ്ലസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതിന് ഈശ്വരാധീനം മാത്രം പോരാ എന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്. റേഷ്യസ് ആയിട്ട് നമ്മൾ വായിക്കുക എന്നുള്ളത് വലിയ എല്ലാത്തിനും സർഗാത്മകത അത് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വായനയും നമ്മുടെ ചിന്തയും നമ്മുടെ ഭാവനയൊക്കെയാണ് അതിനെ കൂടുതൽ പ്രചോദനം തരുന്നത്. ഓക്കെ, അപ്പോൾ സാർ ഒരു കവിത എഴുതാനിരിക്കുമ്പോൾ എന്തൊക്കെ അറ്റ്മോസ്ഫിയർ ആണ് സാറിന് വേണ്ടുന്നത്? എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കവിത എന്നൊരു കവിത എഴുതണം എന്ന ചിന്തയായിട്ട് ഇരിക്കാറില്ല. ഇത് നമ്മുടെ ഒരു യാത്രയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളിലോ ഏതെങ്കിലും ചിന്തകളിലോ ഏതെങ്കിലും കാഴ്ചകളിലോ ഒക്കെ നിന്ന് ഉടലെടുക്കുന്ന ഒരു ചെറിയ സ്പാർക്ക്, അത് കവിതയായിട്ട് രൂപപ്പെടുകയാണ്. അത് പലപ്പോഴും നമ്മൾ യാത്രക്കിടയിലാണെങ്കിൽ, അപ്പോൾ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ സമയങ്ങളിൽ നമ്മൾ മനസ്സിലുണ്ടാകുന്ന വരികൾ ചിലപ്പോൾ നമ്മൾ കൈ കിട്ടുന്ന ഒരു പേപ്പറിൽ കുറിച്ചെങ്കിലും മനസ്സിൽ കുറിച്ച് വയ്ക്കും. അങ്ങനെ അത് പിന്നെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ എനിക്ക് ഇപ്പം 10-ാം തീയതിക്ക് മുമ്പ് ഒരു കവിത എഴുതണമെന്ന് ഒരു നിശ്ചയം വെക്കാൻ പറ്റില്ല. അതൊരു നമ്മൾ അറിയാണ്ട് നമ്മൾ മനസ്സിലേക്ക് ഒഴുകി വരുന്ന ഒരു സർഗാത്മക പ്രക്രിയയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു വായനയിൽ ഒരു ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു വാചകം അല്ലെങ്കിൽ ഒരു സീൻ, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു വലിയൊരു കവിതയ്ക്ക് പ്രചോദനമാകും. ഒരു പാട്ടിനൊക്കെ തന്നെ അങ്ങനെ തന്നെ വരുന്നത്. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിന് രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന വേറൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒന്നിന് വള്ളം എന്ന് പറയും പോലെ ഒന്ന് മറ്റൊന്നിന് ചിന്തയ്ക്ക് പ്രേരണയാവും. അങ്ങനെ പല സൃഷ്ടികളുണ്ടാവുക. അപ്പോൾ നമുക്ക് സംഗീതത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. സാർ എത്ര വയസ്സ് മുതലാണ് സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്? ഞാൻ 10 വയസ്സിലാണ് ഞാൻ സംഗീതം പഠിക്കാനായിട്ട് എൻ്റെ നാട്ടിൽ, ഞാൻ പകൽക്കുറി എന്നൊരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. തിരുവനന്തപുരം ജില്ലയാണ്. കുമ്മല്ലൂർ ബാലൻ ഭാഗവതർ എന്ന ഒരു സംഗീതജ്ഞൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം സ്കൂളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് മ്യൂസിക് കോളേജിലെ വിദ്യാഭ്യാസം, അത് ഡിപ്ലോമ കഴിഞ്ഞു. പിന്നെ അവിടെ തന്നെ ഞാൻ എന്നെ വർക്കല CS ജയറാം തുടങ്ങിയ ആൾക്കാരുടെ അടുത്തൊക്കെ പഠിച്ചിട്ട് ഞാൻ ഒരു ദീർഘകാല സംഗീത പഠനം ഈ ഡിപ്ലോമയ്ക്ക് ശേഷം കടക്കാവൂർ CK വേലിക്കുട്ടി നായർ എന്നൊരു വലിയ സംഗീതജ്ഞനുണ്ടായിരുന്നു. അതായത് തഞ്ചാവൂർ മന്നാർഗുഡി രാജഗോപാല പിള്ള എന്ന ഒരു വലിയ സംഗീതജ്ഞ ശിഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം ഞാൻ സംഗീതം പഠിക്കാൻ പോയിട്ടാണ് എനിക്ക് സംഗീതത്തിലൊരു ചെറിയ ബേസ് ഉണ്ടായത്. അതാണ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ജീവിതത്തിന് ഉതകുന്ന ഒരു കല. ഇപ്പോഴും അഭ്യസിക്കുന്നുണ്ടോ സംഗീതം? ഇപ്പോൾ ഗുരുമുഖത്തു നിന്നല്ലെങ്കിലും പല നേടാവുന്ന പല വഴികളിൽ നിന്നും സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഏത് കലാകാരനും പഠനം, അവൻ്റെ ആ കല കൈകാര്യം ചെയ്യുന്നെങ്കിൽ അവൻ കൈകാര്യം ചെയ്യുന്നിടത്തോളം കാലം പഠിക്കേണ്ടതാണ്, പഠിക്കുകയും ചെയ്യും. ഓക്കെ, സാറ് ഒരുപാട് ഷോസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അല്ലേ? ഇപ്പോൾ ഇവിടെ ഈ ഗൾഫ് മേഖലയിലുള്ളത് ഷോയുടെ ഭാഗമായിട്ട് സാറ് വന്നതാണോ? ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ കഴിഞ്ഞ 2014 1-2 തവണ വന്നത്. ഞാൻ മലയാളം ഗസലുകൾ എന്നെ പുതിയ വഴി, അതിൽ ആ പ്രോഗ്രാം ചെയ്യുന്നതിനാണ് വന്നത്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം വന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇവിടെ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ഗ്രാമം.com എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കഴിഞ്ഞ വർഷത്തെ ഒരു സംരംഭമായിരുന്നു പ്രവാസികളായ എഴുത്തുകാർ, പ്രവാസികളായ പാട്ടുകാർ, അവരുടെ ഒക്കെ ഒരു ആകെ
തുക എന്ന് പറയുമ്പോൾ അവരുടെ സർഗാത്മകതയുടെ ആകെ തുക എന്ന് പറയുമ്പോൾ ഒരു ആൽബം ഇറങ്ങിയിരുന്നു, രാഗസൗഗന്ധി. അപ്പോൾ ഇപ്പോൾ വീണ്ടും രണ്ടാമത് ഈ ഓണത്തോടനുബന്ധിച്ച് വീണ്ടും ഒരു ആൽബം ഇറങ്ങുന്നത്. അതിൻ്റെ സംഗീത സംവിധാനമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത്. അതിനകത്ത് പാടുന്നത് മുഴുവൻ പ്രവാസികളല്ല, എഴുതുന്നത് മുഴുവൻ പ്രവാസികളാണ്. അതിനകത്ത് പ്രസിദ്ധരായ ഗായകർ പാടുന്നു. ഒപ്പം ഞാൻ ഇവിടുന്ന് കണ്ടെത്തിയ 1-2 UAE-ലെ 1-2 സിംഗേഴ്സിനോട് അതിനകത്ത് അവസരം കൊടുക്കുന്നു. സാറാണോ അതിന്റെ ഫുൾ മ്യൂസിക് ഡയറക്ഷൻ? അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും സാർ നമ്മുടെ NTVയുടെ ഭാഗത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും സാറിന്റെ ഈ പുതിയ വെഞ്ചറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. സന്തോഷം. ഇനി സാറിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സംഗീതം തന്നെയാണോ? സംഗീതം തന്നെയാണ്. ഓക്കെ. സാർ ഇപ്പം പറയുകയുണ്ടായി സംഗീതത്തിൽ നിന്ന് ഗസൽ, മലയാള ഗസൽ എന്നൊരു മേഖലയിലേക്ക് സാർ തിരിഞ്ഞു എന്നും. മലയാള ഗസൽ എന്ന് പറയുമ്പോൾ ഏതൊരു മലയാളിക്കും ആദ്യം ഓർമ്മ വരുന്നത് ബാബുരാജിന്റെ സംഗീതങ്ങൾ തന്നെയാണ് അല്ലേ? ഇപ്പൊ അടുത്ത് പറയുകയാണെങ്കിൽ ഉമ്പായി, നമ്മുടെ ഹരിഹരൻ ഒക്കെ ഉണ്ട്. പക്ഷെ ബാബുരാജിന്റെ എല്ലാ ഫിലിം സോങ്സും ഒരു ഗസൽ ടച്ചുള്ള സോങ്സ് തന്നെയായിരുന്നു. ഫീല് നമുക്ക് തരുന്നത്. ബാബുരാജിന്റെ കാര്യം പറയുമ്പോൾ സാറിന് ഏറ്റവും മനസ്സിൽ ഓടി വരുന്ന ഗാനം ഏതാണ്? താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ. അതാണ്. അതല്ല, ഒരുപാട്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചോടിക്കുവാൻ, അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം. അങ്ങനെ എത്രയോ നല്ല നമ്മുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന, കുളിരണിയിക്കുന്ന എത്രയോ പാട്ടുകൾ. ഇത് സത്യം പറഞ്ഞ വല്ലാത്തൊരു കുളിര് തന്നെയാണ്. അതിന്റെ വരികളും സംഗീതവും എല്ലാം ഇഴചേർന്ന് കിടക്കുന്ന പോലുള്ള ഒരുപാട് മനോഹരമായ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മനസ്സിലെ രൂഢമൂലമായ ഈ ഒരു സംഗീതവും സാഹിത്യവും ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പുതിയ പാട്ടുകളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനൊക്കെ ഇടയുണ്ടാവുന്നു അല്ലേ? പുതിയ പാട്ടുകൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷെ രജിസ്റ്റർ ചെയ്യാതെ പോകുന്നു സാറിന് തോന്നിയിട്ടുണ്ടോ? എന്താണ് സാറിന്റെ അഭിപ്രായം? ആ അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പുതിയ പാട്ടുകൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, അല്ലെങ്കിൽ കിട്ടുന്ന വേദികളൊക്കെ പറയാറുള്ള പോലെ, ഇത് മതി പുതിയ, അല്ലെങ്കിൽ ഇന്നത്തെ ശ്രോതാവിന് ഈ പാട്ട് മതി എന്ന് ആരോ ഒളിഞ്ഞിരുന്ന് പറയുകയാണ്. ഒരിക്കലും ശ്രോതാവിൻ്റെ കേൾക്കണവൻ്റെ ഇഷ്ടം അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല. ഇത് മതി കൊടുക്കുന്ന, അല്ല നമ്മൾ ഇത് കൊടുത്താൽ മതി, അവനത് സ്വീകരിക്കും, ഇതാണ് അവന് ആവശ്യം എന്ന് ആരോ ഒരു രഹസ്യ അജണ്ട ചെയ്യും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും പുതിയ കാലഘട്ടത്തിൽ മെലഡീസ് ഇറങ്ങിയാൽ ഇരു കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഒരു സിനിമയുടെ ശില്പികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഗീത ശില്പങ്ങളുടെ സംഗീതം പ്രധാന ആവശ്യമായിട്ടുള്ള ഏത് ക്രിയേറ്റിവിറ്റി ആയാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ നല്ല സംഗീതത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സംവിധാനം പറയണം എൻ്റെ സിനിമയിൽ നല്ല 5 സോങ് വേണം എന്ന് ശഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് സത്യം എന്നറിയാനില്ല. ഓരോ സിനിമയിലും അതിനാവശ്യമായ പാട്ടുകളും അല്ലെങ്കിൽ ആവശ്യമായ എല്ലാ ഘടകങ്ങളും തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാറുകളാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ നല്ല പാട്ടിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്. എങ്കിൽ എന്തുകൊണ്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല എൻ്റെ സിനിമയിൽ നല്ല പാട്ടുകൾ വേണം? അവരാണ് അവസാന വാക്കെങ്കിൽ. അപ്പോൾ ഇത് മറ്റാരുടെയോ കൈകളിൽ മറ്റാരോ നിയന്ത്രിക്കുന്ന പോലെ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. വാസ്തവമാണെന്ന് ഞാൻ ശഠിക്കുന്നില്ല. അതുകൊണ്ടാണ് നല്ല പാട്ടുകൾ ഒരിക്കലും. പക്ഷേ ഇടയ്ക്ക് നല്ല പാട്ടുകളൊക്കെ ഇറങ്ങിയാലും അതൊരു ഓരം വഴി ഇങ്ങനെ പോകണം. എനിക്ക് തോന്നുന്നു അത് പ്രചരിപ്പിക്കാൻ മീഡിയാസിനെ കഴിയുള്ളൂ. പക്ഷെ മീഡിയാസ് എപ്പോഴും നിൽക്കുന്ന ജനങ്ങളുടെ താല്പര്യമാണ്. ഒരുപാട് വിളിക്കുന്നവർ എന്താവശ്യപ്പെടും അത് കൊടുക്കുക എന്നൊരു നിലപാടിൽ എടുക്കുന്നതുകൊണ്ടായിരിക്കാം അത്തരം പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. അല്ലാതെ സർഗാത്മകത ഉള്ളത് അല്ലെങ്കിൽ നല്ല ശേഷി ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മുടെ മലയാള സംഗീത ശാഖ വളരെ സമ്പന്നമാണ്. എല്ലാ സംഗീതജ്ഞരെ കൊണ്ടും ഗായകരെ കൊണ്ടുള്ള സമ്പന്നമായ ശാഖയാണ് നമുക്കുള്ളത്. അപ്പോൾ പുതിയ പാട്ടുകൾ പറഞ്ഞപ്പോൾ സാറിന് ഇപ്പം പാടാൻ പറ്റുന്ന മനസ്സിലേക്ക് ഓടി വന്ന ഒരു പുതിയ പാട്ട് പറയാമോ? അങ്ങനെ ഞാനൊരു പക്ഷേ അങ്ങനെ പാടുന്നൊരു പാട്ട് പക്ഷേ ഞാൻ മാത്രം ഞാനെല്ലാം ഏകദേശം ഒരു ന്യൂനപക്ഷം മാത്രം കേട്ടുള്ള പാട്ടായിരിക്കും. എനിക്കിപ്പോൾ ഈ അടുത്ത സമയത്ത് കേട്ടുള്ളത് മനസ്സിലിങ്ങനെ ഒന്ന് രജിസ്റ്റർ ആയിരുന്ന പാട്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അമ്മയ്ക്കൊരു തരാട്ട്. അതിൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഗസൽ ഫീൽ നമുക്ക് കിട്ടും. ഓർമ്മ പെയ്യുകയാ നിന്നോർമകൾ പെയ്യുകയാ, ഓർമ്മ പെയ്യുകയായി നിന്നോർമകൾ പെയ്യുകയാ, ഇന്ദ്രനീല നിറം കലർന്നു വളർന്നു വർഷവനം,
ഇന്ദ്രനീല നിറം കലർന്നു വളർന്നു വർഷവനം അമ്പരം പ്രണയാർദ്രമായി പുതു കവിത എഴുതുകയായി ആശതൻ മറുരൂപമായി മഴവില്ലു തെളിയുകയായി മൂകിൽ പുഷ്പങ്ങളായി നിന്നോർമ്മ പെയ്യുകയായി ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി. ലിറിക്സ് പെട്ടെന്ന് മാറുന്നത്. അപ്പൊ ഇത് ഞാൻ എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയാണ് ഇപ്പൊ കൈയടിച്ചത് സാറിന്റെ ആലാപനത്തിന്. അപ്പൊ ഇത്തരം പാട്ടുകൾ ഒരുപാട് ഹൃദയങ്ങളിൽ ഇത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇതൊരു മുഖ്യധാര മീൻസ് മുഖ്യ ആസ്വാദകരുടെ ഇടയിലേക്ക് വന്നില്ല. പക്ഷെ ഇത്തരം പാട്ടുകളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ മനസ്സുകളും നന്മയുള്ളവരാണ്. നമ്മളെപ്പോഴും കുറേ ചെറിയ നെഗറ്റീവ് വിഷയങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവരും നന്മ എന്നൊക്കെ വിലപിക്കുമ്പോഴും എല്ലാവരുടെ മനസ്സിലും നന്മയുണ്ട്, എല്ലാവരുടെ മനസ്സിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം പാട്ടുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ എവിടെയോ എന്തോ ഒരു പ്രശ്നം പറ്റി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പഴയ സംഗീത ആ ഒരു സംഗീതത്തിൻ്റെ ഒരു നിലവാരമുണ്ട്, അതിലേക്ക് ഡെഫിനറ്റ് നമ്മൾ തിരിച്ചു പോകും. തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് തോന്നുന്നു. അതെ, ഉറപ്പായിട്ടും വരും. ഒരു സമീപകാലത്ത് തന്നെ നമ്മൾ വീണ്ടും നമ്മൾ പണ്ട് നെഞ്ചേറ്റിയ നമ്മുടെ ദേവരാജൻ മാഷും MK അർജുന മാഷും നമ്മുടെ സ്വാമിയും നമ്മുടെ ബാബുരാജൊക്കെ ചെയ്തു വെച്ച ആ പാട്ടിൻ്റെ പോലെ എന്നല്ല, അന്ന് നമുക്ക് മനസ്സിൽ തന്നിരുന്ന ആ സുഖം വീണ്ടും പ്രദാനം ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് കിട്ടും. അതിൻ്റെ എല്ലാവരും കാത്തിരിക്കുക. സമീപമായ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അതെ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. സാർ ഇപ്പൊ മൂഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, സാർ ഈ പാട്ട് പാടുന്നത് കേട്ടപ്പോ ഒരു ചാറ്റൽ മഴയുള്ള ദിവസം ഗ്ലാസ് ഒക്കെ പൊക്കി വെച്ചിട്ട് ഒരു കാറിൽ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീലാണ് കിട്ടിയത്. ഓരോ രാഗത്തിനും ഓരോ മൂഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ സംഗീതത്തെ പ്രകൃതി ഭാഷ എന്ന് പറയുന്നത്. സാർ നമുക്ക് മടങ്ങി വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? പ്രവീൺ. എവിടെ നിന്ന് വിളിക്കുന്നു? അബുദാബിന്ന്. പ്രവീൺ, സാറിനോട് സംസാരിച്ചോളൂ. നമസ്കാരം പ്രവീൺ. നമസ്കാരം സർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. അതെയാ, പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. എനിക്കും വളരെ സന്തോഷം പ്രവീൺ. എസ്പെഷ്യലി പഴയ പാട്ട്, ഞാനിപ്പോ പഴയ പാട്ടിന്റെ ആരാധകനാണ്. അതെയോ? പിയാനോയിലൊക്കെ വിളിക്കാറുണ്ട്, പാടാറുണ്ട്. അപ്പോൾ പഴയ പാട്ട് എന്തുകൊണ്ട് ഇപ്പോഴും പഴയ പാട്ടിന് പ്രാമുഖ്യം എന്നുള്ളത് സാറിന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതെ അതെ. എന്നുവെച്ചാൽ പഴയ സാഹിത്യത്തിലെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഒരു സത്യമുണ്ട്. അതും സംഗീതവുമായിട്ട് ലയിച്ചു ചേരുമ്പോൾ ഒരു ദൈവികമായ ഭാവം നമ്മളൊക്കെ ഇപ്പോഴും സംഗീതത്തിന് സൂക്ഷിച്ചു നടക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് കേൾക്കില്ല എന്നുള്ളത് ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ വളരെ റെയറായിട്ട് വന്നു. അതെ അതെ. അപ്പൊ എനിക്കിപ്പോ കേൾക്കുന്നത് പറയുകയും MK ചന്ദ്രൻ, രാഹുൽ സച്ചിൻ ഇവരൊക്കെ പിന്നെ നമ്മുടെ ശരത് സാർ ഇവരൊക്കെ ഒരുവിധം നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് മറ്റാർക്ക് വേണ്ടിയിട്ട്, കാരണം ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോഴും പഴയ പാട്ടുകളോട് താല്പര്യം. അതെ അതെ അതെ. അപ്പൊ എന്തുകൊണ്ട് സാറ് പറഞ്ഞ പോലെ തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. ജനങ്ങളുടെ അഭിരുചി ഞങ്ങളാണ് തരുന്നതെന്നും പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളായാലും ശരിയാണ്. അങ്ങനെയുള്ളൊരു എന്താണ് അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എപ്പോഴും നല്ലത് എപ്പോഴും എത്ര കൊല്ലം അതെ നല്ലത് എപ്പോഴും നിലനിൽക്കും. തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സന്തോഷം പ്രവീൺ വിളിച്ചതിൽ. ഓക്കെ, താങ്ക് യു പ്രവീൺ. താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മൾ പറഞ്ഞ അഭിപ്രായമായിട്ട് അതാണ്. അപ്പോ നമ്മുടെ ഈ അഭിപ്രായങ്ങൾ അതിന് വളരെ വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? എന്റെ പേര് പ്രഘോഷ്. ഞാൻ അജ്മാനിൽ വിളിക്കുകയാണ്. പ്രഘോഷ്, അജ്മാനിൽ. ഓക്കെ പ്രഘോഷ്, പ്രണവം മധു സാറുമായിട്ട് സംസാരിച്ചോളൂ. നമസ്കാരം പ്രഘോഷ്. നമസ്കാരം. സാറിന്റെ ആരാധകനാണോ? അല്ല, സാറ് അജ്മാനിൽ ഒരു പ്രോഗ്രാമിന് ഒരു കുട്ടിക്ക് സാമ്യമകന്ന ഒരു ഉദ്യാരമി എന്ന് പറയുന്ന ആ ഒരു ഗാനം ഗ്രൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന കേട്ടല്ലേ? ഓക്കെ. അപ്പൊ അതിനകത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ചെറിയ തിങ്സ്
സാർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കണ്ടു. അപ്പൊ സാർ അതൊന്ന് റിപ്പീറ്റ് ചെയ്യണമോ? അന്ന് എനിക്കൊന്ന് റെക്കോർഡ് ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് റെക്കോർഡ് ചെയ്തെടുക്കാനായിരുന്നു. ഞാൻ സാറിന്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, അജ്മാൻ വെച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സാറിന് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രഘോഷ ഒരു മിനിറ്റ്, നമ്മുടെ എല്ലാ രാത്രി വ്യാഴവും വെള്ളിയും 9 തൊട്ട് 10 വരെ എന്റെ പ്രോഗ്രാം വരുന്നുണ്ട് എൻ ടിവിയിൽ. അത് കാണാറുണ്ടോ? ഗസൽ നിലാവ് കാണണം കേട്ടോ. ഇന്ന് രാത്രി 9 മണിക്ക് സാറിന്റെ ഷോ ഉണ്ട്, ഗസൽ നിലാവ്. അത് വേണം കാണാൻ. അത് കാണണം. ഞാൻ ഇവിടെ വരുന്ന സമയങ്ങളിൽ ഈ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഞാനൊരു ഷോർട്ട് ടൈം പീരീഡ് വരുന്ന ആളാണ്. ചിലപ്പോൾ ഒരു പിന്നെ പ്രോഗ്രാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആൽബത്തിന്റെ. അപ്പൊ വരുമ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പഠിക്കാനായിട്ട് വരുന്ന ആ സമയം എന്റെ സൗകര്യം അനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ പാട്ട് ഞാൻ ഒരിക്കൽ ഗസൽ നിലാവിലും പാടിയിരുന്നു. ജി ദേവരാജ മാഷിന്റെ അത് വേറെ കാര്യം. അന്നും എനിക്ക് ഇതുപോലെ ഓർമ്മിക്കാൻ, ഞാൻ ദേവരാജ മാഷിന്റെ ശിഷ്യനാണ്. ആ ഒരു സമ്പന്നതയാണ് എനിക്ക് ആകെപ്പാട് അവകാശപ്പെടാനുള്ളത് ഈ സംഗീത ജീവിതത്തിൽ. പ്രഘോഷ് വെയിറ്റ് ചെയ്തോളൂ, സാർ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ അത് ഖരഖരപ്രിയ എന്ന രാഗത്തിലാണ് അത് ചെയ്തേക്കുന്നത്. ആ രാഗം വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള രാഗമാണ്. അപ്പോൾ സാറിന്റെ മുന്നിലിരുന്ന് ഇങ്ങനെ നിലത്തിരുന്ന് പഠിക്കാനൊക്കെ ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയ കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ. അതൊരു ക്ലാസിക്കൽ ഒരു ഗമകം തന്നെയാണ്. നമ്മുടെ ക്ലാസിക്കൽ ആലാപനത്തിലൊക്കെ സാധനം വയ്ക്കും. ഇപ്പോൾ ഖരഖരപ്രിയ രാഗം പാടണമെങ്കിൽ അപ്പൊ ഇത്തരം പ്ലാൻസ് ഒക്കെ അതിനെ ദേവരാമേഷ ചെയ്യുന്ന ഒരു രാഗത്ത് ചെയ്താൽ പൂർണ്ണമായിട്ട് ആ രാഗത്ത് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടികൾ പാടുമ്പോൾ ചിലപ്പോൾ അവർ കേട്ടിട്ട് വേറെ ഏതൊക്കെ രീതിയിലൊക്കെ പഠിച്ചു വെക്കുമ്പോൾ അത് നമ്മൾക്ക് ആ ഒരു ജ്ഞാനം ഉള്ളത് കൊണ്ട് തിരിച്ചു കൊടുക്കാം. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി. സാമ്യമകന്നോ ഉദ്യാനമേ. അത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചതിന് പ്രകാശിന് ഒരു പ്രത്യേക താങ്ക്സ് പറയാം. പ്രകാശ് ഉണ്ടോ അവിടെ? അല്ല, ഇത് ഞാൻ ഈ അന്ന് അവിടെ പറഞ്ഞ കേട്ടതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഒരു ട്രൈ ചെയ്ത് പിന്നെ മടക്കി വെച്ചു. പ്രകാശ് പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷെ അത് അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടപ്പോഴാണ് ഈ ഒരു പാട്ടിനകത്ത് ഇത്രത്തോളം ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ കിടപ്പുണ്ടെന്ന് അറിയുന്നത്. നമ്മളൊക്കെ വെറുതെ കേട്ട് കളയുന്നു അല്ലേ പ്രഘോഷ്? പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കൂടെ ഞങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം തരികയാണെങ്കിൽ അത് നന്നായിരിക്കും. ഒരു പാട്ടിന്റെ അകത്ത് ഇത്രത്തോളം ഡീറ്റെയിൽഡും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് സാറിനെ പോലെ അത്രയും ഞാനുള്ള ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. തീർച്ചയായും തീർച്ചയായും. മാത്രമല്ല ഇപ്പോ താങ്ക് യു. ഇപ്പോ ജനങ്ങളിലൊക്കെ നല്ല സംഗീത ബോധമാണ്. കാരണം എന്താ അറിയാം, ഈ റിയാലിറ്റി ഷോ വന്നിട്ട് ആളുകൾക്ക് സംഗതിയൊക്കെ മൊത്തം വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇതായി മാറി. അപ്പൊ അത് നമ്മള് മ്യൂസിക് വേറെ മീനിങ് കൊടുത്തെങ്കിലും അപ്പൊ അവര് മ്യൂസിക്കില് പാട്ടിനുള്ളിൽ കുറെ എന്തൊക്കെയോ കുറെ കണ്ടന്റ്സ് ഉണ്ട്. അത് ഒരു നല്ലൊരു ബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ കുട്ടികളെ കൊണ്ട് കോമ്പറ്റീഷന് പോകുമ്പോ പേരൻസ് ഒക്കെ നിന്നിട്ട് എന്റെ കുട്ടിക്ക് പ്രൈസ് കിട്ടിയില്ല എന്ന് കുറച്ചിങ്ങനെ ഷൗട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ അവർ തന്നെ സ്വയം ചിന്തിക്കും, എന്റെ കുട്ടി പാടി അതുകൊണ്ടാണ് കിട്ടാൻ സ്വയം സമാധാനിക്കും. അങ്ങനത്തെ ബോധം ഈ ഒരു മ്യൂസിക് റെവല്യൂഷൻ നടക്കുന്ന സമയമാണല്ലോ. ഇനി നമുക്ക് സാറിന്റെ സംഗീതത്തിലേക്ക് തിരിച്ചു വരാം. സാറ് സിഡിസോ ആൽബംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തു? ഒരുപാട് സിഡീസ് ഇറക്കിയിട്ടുണ്ട്, ഡിവോഷണൽ സോങ്സ്. പിന്നെ ആരെങ്കിലും നമ്മുടെ മലയാള സംഗീത ഡിവോഷണൽ സോങ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഡിവോഷണൽ സോങ്സ് അല്ല, അത് പർട്ടിക്കുലർ ക്ഷേത്രങ്ങളിൽ ഞാനൊരു സുപ്രഭാതം ഇറക്കിയിട്ട് ഒരു കൊടുമുട്ടിൽ സുപ്രഭാതം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി. അതെ അതെ. പിന്നീട് പല ക്ഷേത്രങ്ങളിലെ പിന്നെ ഗുരുവായൂരപ്പന്റെ ഒരു പ്രോജക്റ്റ് ഇരിക്കുകയാണ്. അത് ദാസേട്ടനെ കൊണ്ട് പാടിക്കാനുള്ള പ്ലാനിലാണ്. പിന്നെ MG ശ്രീകുട്ടൻ ചേട്ടൻ തൊട്ട് വേണിച്ചേട്ടൻ ഇങ്ങോട്ട് മലയാളത്തിലെ എല്ലാ പുതിയ ജനറേഷനിലെയും നജീം അർഷാദ് വരെയുള്ള എല്ലാ സിംഗേഴ്സിനോടും പാടിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
പിന്നെ CDs. പിന്നെ ഞാൻ ദൂരദർശന് വേണ്ടി ധാരാളം ദൂരദർശന് വേണ്ടി ഒരു 100-150 കവിതകൾ നമ്മൾ മഹാകവികളുടെ നമ്മൾ ചെറുശ്ശേരി തൊട്ട് ഇങ്ങോട്ടുള്ള പുതിയ പിന്നെ കവികളുടെ ഒക്കെ കവിതകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ONV സാറിന്റെ കവിത ചെയ്തിട്ടുണ്ട്, കൈതപ്പുറത്തിന്റെ പാട്ട്, തിരുമേനിയുടെ പാട്ട് ചെയ്തിട്ടുണ്ട്, ചുനക്കരയുടെ ഏഴാച്ചേരി, അങ്ങനെയൊക്കെയുള്ള ലിറിക്സുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു സമ്പത്ത് എന്ന് പറയുന്നത്. ശരിക്കും സാറിന് എന്താ പറയുന്ന മറ്റ് ഫിസിക്കലായിട്ടുള്ള എന്ത് സമ്പത്തിനെക്കാട്ടിയും വാല്യൂ ഉള്ള സമ്പത്ത് തന്നെയാണ് അല്ലെ, നമ്മുടെ കാലശേഷം പോലും ഓർത്ത് വെക്കാൻ, തലമുറയ്ക്ക് ഓർത്ത് വെക്കാൻ കഴിയും. ഞാൻ ഒരിക്കലും അത് ദേവരാജ മാഷ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ, കുട്ടിയായിട്ട് പഠിക്കാൻ പോകുമ്പോൾ ഞാൻ എന്റെ ഭാഗ്യവും അദ്ദേഹത്തിന്റെ മഹത്വവും അറിയാനുള്ളൊരു വലിയ മനസ്സ് എനിക്കില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലായത് ഞാൻ അന്ന് പഠിച്ചിരുന്ന ഒരു മഹാമേരുവിന്റെ ആ തണലിൽ ആണല്ലോ എന്ന് പിന്നെ ഞാൻ അഭിമാനം കണ്ടിട്ടുണ്ട്. അന്ന് പഠിച്ച മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ശിക്ഷണം കൊടുക്കാറുണ്ടോ? ഇല്ല, ഞങ്ങൾ പോകാൻ കാരണം ഞങ്ങൾ മ്യൂസിക് കോളേജ് പഠിക്കുമ്പോൾ സാറിന് ഒരു ഗായക സംഘം ഉണ്ടായിരുന്നു, സംഘകാലം, അതിൽ പോവുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു, എന്നെ ആദ്യമായിട്ട് സ്റ്റുഡിയോ കാണിക്കുന്നത് ദേവരാം മാഷാണ്. തരംഗിണി സ്റ്റുഡിയോയിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി കൊണ്ടുപോകുന്നത്, ഒരു 10 പേരിൽ ഒരാളായിട്ട് കൊണ്ടുപോകുന്നത് ദേവരാം മാഷാണ്. അങ്ങനെ ഒരു അപൂർവ ഭാഗ്യം. വലിയൊരു സ്റ്റുഡിയോ ഒക്കെ ഉള്ളതാണ് തരംഗിണി. അങ്ങനെ അതൊരു വലിയ ജീവിതത്തിൽ എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ, സമ്പാദ്യം എന്ന് ചോദിച്ചാൽ ദേവരാം മാഷിന് കിട്ടിയ ചില വരികളുടെ ചില സ്പാർക്കാണ് എനിക്കും സംഗീത സംവിധാനത്തിൽ അടിത്തറ. ഞാൻ സാറിനെ സ്വീകരിച്ചെടുത്തിട്ടുള്ളത് അതറിയാതെ. അതൊക്കെയാണ് നമ്മളൊരു പിൻബലം എന്ന്. സാറിന്റെ ഫാമിലിയെ പറ്റി അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നമുക്ക് മടങ്ങി വരാം, ഒരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ഷാർജയാണ്. സംസാരിച്ചോളൂ രാജേഷ്, കേൾക്കുന്നുണ്ട്. നമസ്കാരം, പറയൂ. നമസ്കാരം സാറേ. സാറിന്റെ ഒരു സീഡി ഞാൻ ഇതിനകത്ത് കേട്ടിരുന്നു സാറേ. രാഗസൗഗന്ധികം അങ്ങനെ പറഞ്ഞിട്ടൊരു. രാജേഷ്, രാഗസൗഗന്ധികം പ്രവാസികൾ കേട്ടിരിക്കണം. കാരണം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇറക്കിയ പ്രവാസികളുടെ സംരംഭം എന്ന് പറഞ്ഞില്ലേ, എല്ലാ എഴുത്തുകാരും പാട്ടുകാരും പ്രവാസികളായിരുന്നു. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരുപാട് സർഗാത്മകതയുള്ള പ്രവാസികളോടെയാണ്. പക്ഷെ ജീവിതത്തിന്റെ ഏതോ വഴിത്തിരിവിൽ വെച്ച് പല ഒരുപാട് നമ്മൾ പ്രശംസനീയരായ ഒത്തിരി ആൾക്കാരോടെ ഉണ്ട്. പറയൂ രാജേഷ്. സാറേ, അതിനകത്തൊരു ആവണി കായലോരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാർ. താങ്ക് യു രാജേഷ്. രാജേഷ് ഇപ്പൊ പാടണോ സാറ്? സാറ് പാടാൻ പറ്റുവാണെങ്കിൽ നന്നായിരുന്നു. കാരണം സാറ് പാടിയായിട്ട് പ്രത്യേകം വേറെ തന്നെ ഒരു സ്റ്റൈൽ തന്നെയായിരിക്കും. സന്തോഷം. അതായത് ഒരു സെക്കൻഡ്, നമ്മളിങ്ങനെ നമുക്ക് എന്ത് സമ്മാനം കിട്ടുന്നതിന് അപ്പുറത്താണ് നമ്മുടെ ഒരു പാട്ട്, നമ്മുടെ സൃഷ്ടി ഐഡന്റിഫൈ ചെയ്യാന്ന് പറയാം. ഇപ്പൊ ഒരാൾ വിളിച്ചിട്ട് നാളെ ആ ഒരു 10,000 ദർംസ് തരുന്നതിലല്ല നമുക്ക് സന്തോഷം. ഞാൻ ചെയ്തൊരു പാട്ട് അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നു. അവണിക്കായലോളം അതിലൊരു പൂവണിക്കൊതുമ്പോ വെള്ളം, അവണിക്കായലോളം അതിലൊരു പൂവണിക്കൊതുമ്പോ വെള്ളം, അണിയത്തിനഴകോലും പൂന്തിങ്കൾ പെൺകൊടിയാൾ തുഴയും നിൻ പൊന്നോണ പളുങ്കുവെള്ളം, അവണിക്കായലോളം. രാജേഷ്, ഞാനിപ്പം കേട്ട ഇത് ആ സീഡി എന്റെ കയ്യിലുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറ് പാടിയതും അതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഏതാണ് നല്ലത് രാജേഷ്? അതൊന്നും പറയുന്നില്ലല്ലോ. എവിടെയോ പോയി കിടക്കും. അല്ല, അത് രാജേഷ്, അത് ഏത് പലരും ഇങ്ങനെ പറയുന്നത്, ഒരു സംഗീത സംവിധായകൻ അവന്റെ ആത്മാവിൽ നിന്നാണ് ആ സാധനം വരുന്നത്. നമ്മളിപ്പോ ഒരു പാട്ടിന് വേണ്ടി എത്രയോ ട്യൂണുകൾ, 50-60 ട്യൂൺ ഇട്ടിട്ട് ഒരു ട്യൂൺ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ അത് നമ്മുടെ ആത്മാവുണ്ട്. അപ്പൊ അങ്ങനെ പാടുമ്പോ ആ പാട്ടിലൊക്കെ അത് അറിഞ്ഞിരിക്കും. വേറൊരാള് പാടുമ്പോ അത് ചിലർ അതിൽ വരുന്നത് അങ്ങനെയൊന്നുമില്ല സാറേ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പം മറ്റുള്ള ഇത് അതായത് സംഗീതജ്ഞന്മാർ പാടുന്ന, പക്ഷെ യേശുദാസ് പാടുമ്പോ അതിന്റെ വേറെ തന്നെ ഒരു അതിനപ്പുറത്തേക്ക് ഒരു തലയാണ്. അത് ആ ഗന്ധർവനാഥത്തിന്റെ ഒരു പ്രത്യേകത. സാറിന്റെ സാറ് ഒരു കാര്യം കൂടി ആയതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ പറഞ്ഞത്. രാജേഷ്, എന്തായാലും സന്തോഷമായില്ലേ?
സാർ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിൽ ഇന്ന് സാരഥിയിൽ കടക്കാൻ പറ്റില്ല, കാരണം സാരഥിക്ക് അരമണിക്കൂർ എന്ന സമയപരിധിയുണ്ട്. സാറിന്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ സാറിന്റെ പ്രോഗ്രാം പോലെ തന്നെ ഏകദേശം 1 മണിക്കൂർ നമുക്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നു. ലാസ്റ്റ് ചോദിച്ച ചോദ്യം ഞാൻ പറയാം. കുടുംബത്തെ കുറിച്ച് ചോദിച്ചു. എന്റെ കുടുംബം നാട്ടിലാണ്. ഞാൻ ഇവിടെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. പിന്നെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നാട്ടിൽ. ഇപ്പൊ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അപ്പൊ എന്റെ സ്കൂളിലെ ടീച്ചർ, എന്റെ സ്കൂൾ ഇപ്പൊ നടത്തുന്നത് എന്റെ വൈഫാണ് ഷീല മധു, സംഗീത അധ്യാപികയാണ്. 2 മക്കൾ, നിള ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്നു, പ്രണവ് SSC കഴിഞ്ഞ് നിൽക്കുന്നു. അതാണ് ഈ പ്രണവം മധു പേര് വന്നല്ലേ? മോന്റെ പേരാണല്ലേ? അല്ല, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ സ്ഥാപിച്ചത് പ്രണവം. അപ്പൊ എന്റെ അത് ഞാൻ പ്രണവ് മധുവായി, എന്റെ മോന് പ്രണവുമായി. രണ്ടാളും നല്ല ടാലന്റഡ് ആണ്, മ്യൂസിക്കും ഒക്കെ ഉണ്ട്. വൈഫ് മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ ഇന്നത്തെ സാരഥി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സാർ ഒരുപാട് നന്ദിയുണ്ട് സാരഥിയിൽ വന്നതിലും സാരഥിയെ ധന്യമാക്കിയതിലും ഒക്കെ. സാരഥിയിൽ വരാൻ പറ്റിയില്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സാറിന്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ രാത്രി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇന്നുണ്ട്, രാത്രി 9 മുതൽ 10 വരെ ഗസൽ നിലാവ് എന്ന ഷോ മറക്കാതെ കാണണം. സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇന്നത്തെ കോളേഴ്സ് എല്ലാം വിളിക്കുകയും വേണം, സാറിനോട് സംസാരിക്കാം, സാറിന്റെ ഡയറക്റ്റ് നിങ്ങൾക്ക് സാറിന്റെ പാട്ട് ആസ്വദിക്കാം അല്ലേ? കേട്ടത് മധുരം, കേൾക്കാനിരിക്കുന്നത് അതിമധുരം എന്നാണല്ലോ. അപ്പോൾ ഇനി ആ അതിമധുരം നുണയാനായി നമ്മുടെ NTV ഇന്ന് രാത്രി 9 മുതൽ 10 വരെ കാണുക. ദിസ് ഈസ് മീ ഷോജ സൈനിങ് ഓഫ്. ബി വിത്ത് us.